ഗവർണറെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് നിവേദനം നൽകുമെന്ന് AIYF. 1,00,000 പേർ ഒപ്പിട്ട നിവേദനമാണ് കൈമാറുന്നത്. ഡിസംബർ 27-ന് രാജ്ഭവനിലെത്തി ഗവർണർക്ക് ഭരണഘടന കൈമാറുമെന്നും AIYF. അലമീൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അമീൻ, ഇപ്പോൾ സർക്കാർ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഈ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. ഗവർണർ ഈ രീതിയിൽ ഉത്തരവാദിത്തമില്ലാതെ സംഘർഷം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറിയാൽ തീർച്ചയായിട്ടും അത് വേണ്ടപ്പെട്ടവരെ അറിയിക്കുമെന്നുള്ള രീതിയിൽ ഇപ്പോൾ AIYFന്റെ ഒരു പ്രതിഷേധവും ആ രീതിയിലേക്ക് തന്നെ നീങ്ങുകയാണ്. സ്മിത, പ്രതിഷേധങ്ങൾക്കപ്പുറം ഗവർണർക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് ഇടതുപക്ഷ യുവജന സംഘടനകളും. മന്ത്രിമാരുൾപ്പെടെ CPI മന്ത്രിമാരുൾപ്പെടെ ഗവർണറെ പിൻവലിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ AIYF പ്രസ്താവന നടത്തിയിരിക്കുന്നത്. നേതാക്കൾ വിശദീകരിച്ചിരിക്കുന്നത് ഗവർണർ കേരളത്തിൽ രാഷ്ട്രീയ അഴിഞ്ഞാട്ടം നടത്തുകയാണ്. തെരുവ് ഗുണ്ടയെപ്പോലെയാണ് ഗവർണർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഗവർണറെ കേരളത്തിന് ആവശ്യമില്ല. ഗവർണറെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം സജീവമാക്കും. ആ പ്രതിഷേധത്തോടൊപ്പം തന്നെ 1,00,000 പേർ ഒപ്പിട്ട നിവേദനം, ഗവർണറെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള നിവേദനം രാഷ്ട്രപതിക്ക് സമർപ്പിക്കുമെന്നും AIYF നേതൃത്വം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, പല ഘട്ടങ്ങളിലായി സമരപ്രഖ്യാപനവും AIYF നടത്തിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി 27-ാം തീയതി ഡിസംബർ 27-ന് രാജ്ഭവനിലേക്ക് യുവജന മാർച്ച് നടത്തും. ഇതിന്റെ ഭാഗമായി രാജ്ഭവനിലെത്തി ഗവർണർക്ക് ഭരണഘടന കൈമാറുമെന്നുകൂടിയും AIYF പ്രഖ്യാപിച്ചിട്ടുണ്ട്. എത്ര കണ്ട് നടക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. പക്ഷേ ഏതായിരുന്നാലും പൊതുജനങ്ങളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് 1,00,000 പേർ ഒപ്പിട്ട നിവേദനം സമാഹരിച്ച് അത് രാഷ്ട്രപതിക്ക് അയക്കും. ഗവർണറെ പിൻവലിക്കണമെന്നുള്ള ആവശ്യത്തിൽ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് AIYF പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് തെരുവിലെ പ്രതിഷേധങ്ങൾക്കപ്പുറം മറ്റു നടപടികളിലേക്ക് കൂടി ഇടതു സംഘടനകൾ നീങ്ങുന്നു എന്ന് ചുരുക്കം. സ്മിത, ഗവർണറെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് 1,00,000 പേർ ഒപ്പിട്ട നിവേദനം നൽകുമെന്ന് AIYF. അലമീനാണ് വിവരങ്ങളുമായി ചേർന്നത്.